സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ സ്പാനിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെ എല്ലാ പബ്ജിയിൽ അല്ലെങ്കിൽ BGMI കളിക്കുന്ന എല്ലാ കളി എങ്ങനെ നമുക്ക് വിന്നർ അടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ വിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഞാൻ എൻ്റെ ഇതിൽ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു, അതേപോലെ തന്നെ കുറച്ച് യൂട്യൂബേഴ്സിനെ നോക്കി, അങ്ങനെ ഓലെല്ലാം എല്ലാവരും പറയുന്ന പോയിന്റ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് പറഞ്ഞുതരാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ ഞാനൊരു TDM ഗെയിം പ്ലേ ഇട്ടുക്കണു, അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു പ്രോപ്പർ സ്കോഡ് വേണം. നിങ്ങൾക്ക് സ്കോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ID കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂട്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് കണ്ടെത്തിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം കൂടാ. അങ്ങനെ എന്താണെന്നൊരു വിഷയമല്ല. പിന്നെ നമ്മൾ രണ്ടാമത്തേത് എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ വിന്നർ അടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കളിക്കുന്ന ആളാണെങ്കിൽ സർവൈവ് ചെയ്യണം. അല്ല, നിങ്ങൾക്ക് സർവൈവ് ചെയ്യാതെ തന്നെ നല്ല കില്ലും കാര്യങ്ങളും എടുത്ത് വിന്നർ അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. ആദ്യം നിങ്ങളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ കളിച്ചിട്ട് നേരെ പോയിട്ട് സ്നോ വില്ലേജ് ഇറങ്ങി ചെന്ന് അടി വാങ്ങി തീരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ നേരെ ആദ്യം സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബേസിക്സ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പോയി നോക്കുക. ഞാൻ ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ വരും, അത് നിങ്ങൾ വിഷയമാക്കണ്ട. നമുക്ക് നേരെ മൂന്നാമത്തെ ടിപ്പിലോട്ട് പോകാം. മൂന്നാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും നമുക്കൊരു ഗൺ കോമ്പിനേഷൻ വേണം. നമ്മളതായ ഒരു ഗൺ കോമ്പിനേഷൻ. എൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ M46ഉം M416ഉം അതേപോലെ തന്നെ നമ്മുടെ UMP DP അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഗൺസ്. അതുപോലെ നിങ്ങളെ ഫേവറേറ്റ് ഗൺസ് ഏതൊക്കെയാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് ആരൊക്കെ എൻ്റെ അതേപോലുള്ള ഇതുണ്ട് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതുപോലെ തന്നെ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളെ സ്കോഡിൻ്റെ ഒപ്പം തന്നെ കളിക്കുക. നിങ്ങൾ കളിച്ച് നമ്മൾ കുറേ ഫ്രണ്ട്ലി ആവും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സംസാരിക്കും എങ്ങനെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഐഡിയ ഓരോരുത്തർ ചെയ്യണ സമയത്ത്, അതായത് ഇപ്പോൾ ഒരാൾ പറയും നമുക്ക് ഇതുപോലെ ചെയ്താൽ ചിലപ്പോൾ വിന്നർ അടിക്കാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് സോണൊക്കെ വരുന്ന സമയത്ത് പറയാണ് നീ ഡിസ്ട്രാക്ട് ചെയ്യും, ഞാൻ അടിക്കാന്നൊക്കെ പറയണ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഓരോ ഐഡിയാസ് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ വിന്നർ നമുക്കിത് കിട്ടും. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അടിപൊളി ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹെഡ്ഫോൺ ഏതാണെന്നുള്ളത് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, സോണി ഹെഡ്ഫോൺ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത്, ഞാനിപ്പോൾ പുതിയൊരു ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്. റെഡ്ഗറിൻ്റെ കോസ്മോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ റിവ്യൂ ഞാൻ വരുന്നതാണ്. കാരണം അത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ അപ്പോൾ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഞാൻ കിട്ടിയ പൊലിവിൽ ചിലപ്പോൾ ഞാൻ അടിപൊളി അട്ടാറ് സാധനം കിട്ടുവാണെന്നൊക്കെ പറയും. അതൊക്കെ വെറുതെ പറയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് നേരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ പോകാൻ നമുക്ക് 4 കഴിഞ്ഞ് 5 അഞ്ചാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും ഈ ഒരു റീലോഡിങ് സിസ്റ്റം കണ്ടോ, അത് 0 ബുള്ളറ്റ് ആയിട്ട് റീലോഡ് ചെയ്യണതിന് മുമ്പ് തന്നെ റീലോഡ് ചെയ്യുക. കാരണം വെച്ചാൽ 0 ബുള്ളറ്റ് ആയിട്ട് നിങ്ങൾ റീലോഡ് ചെയ്യുന്നതിനെക്കാട്ടിലും സമയം കുറച്ചെടുക്കും നിങ്ങൾ 1 ബുള്ളറ്റ് ബാക്കി വെച്ച് റീലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ആ ഒരു കാര്യം നിങ്ങൾക്ക് നേരെ ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം പ്ലേ ഒക്കെ വേണം. കുറച്ച് ഒളിഞ്ഞും പാത്തും കളിക്കണം. അതേപോലെ തന്നെ നമ്മൾ BGMI അല്ലെങ്കിൽ PUBG എന്ന് പറഞ്ഞാൽ തന്നെ സർവൈവ് ചെയ്യുക, ലാസ്റ്റ് വരെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ലാസ്റ്റ് വരെ പട്ടിഷോ ഇറക്കുക എന്നുള്ളതല്ല. ഞാൻ പറയണത്, നിങ്ങൾ ഒരിക്കലും ഇതുപോലെ കളിക്കരുത്, അല്ലെങ്കിൽ കില്ലെടുത്ത് കളിക്കരുത്. നിങ്ങൾ അടിപൊളിയായി കളിക്കാൻ പാടില്ല. എനിക്ക് അസൂയാണെന്ന് തോന്നിക്കൊണ്ട് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കളിച്ചാലും നിങ്ങൾ വിന്നർ അടിക്കും. അല്ല, നിങ്ങൾ ഈ ഒരു കോണിക്കർ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നേരെ ഞാൻ പറഞ്ഞ പോലെ സർവൈവ് ചെയ്ത് പുഷ് ചെയ്യാൻ നോക്കുക. നമുക്ക് സുഖമായിട്ട് നമുക്ക് വിന്നറും കാര്യങ്ങളും അടിക്കാൻ പറ്റും. വേറെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പ്രത്യേകിച്ച് ഈ നമ്മൾ എറാങ്കിൾ പോലത്തെ ലോങ് ആയിട്ടുള്ള മാപ്പ് കളിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സ്നൈപ്പും കാര്യങ്ങളും യൂസ് ചെയ്യാൻ നോക്കുക. സ്നൈപ്പ് ഈ അറാങ്കിൾ പോലത്തെ മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്ന് എപ്പോഴും അടിയിട്ട് അറിയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തർ നിൽക്കാൻ തന്നെ പറ്റൂല. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ന്യൂസ് ആ മാപ്പിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്നൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ന്യൂസ് ചെയ്യില്ല. ഞാൻ എടുത്തായിട്ട് ഓർമ്മല്ല. ന്യൂസ് മാപ്പിലാണെങ്കിൽ DBS അതേപോലെ തന്നെ ഒരു മിഡ് റേഞ്ച് സാധനം കയ്യിൽ മതി. 2 ഷോട്ട് ഗൺ ഉണ്ടെങ്കിൽ അതും മതി. കാരണം അത്ര ചെറിയ മാപ്പാണ്, നമുക്ക് സുഖമായിട്ട് എനിമിനെ അടിച്ചിടാൻ പറ്റുന്ന കിഡുമായിട്ടുള്ള ഒരു മാപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കില്ലെടുക്കാനുള്ളൊരു വീഡിയോ ഞാൻ വേറെ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാനത് നമ്മളെ ചാനലിൽ പറയും. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളൂ പറയും കേട്ടോ. അത് പറയാം, കാരണം ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു ഉള്ള കാര്യം ഞാൻ എന്തായാലും പറയും. ഞാൻ റിസർച്ച് ചെയ്തിട്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ പറയും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവിച്ച് കാണുക. ഈ ഇത്ര നേരം വീഡിയോ കണ്ടിട്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ സ്പാനിയോ. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക.
ഓ ഷിറ്റ്. വോട്ടറാ ഗുഡ് കളി. നല്ലൊരു കംബാക്ക് ഉണ്ടാകുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു കളി ഫിംഗർ സ്ലീവ് ഇല്ലാതെ കളിച്ചത്. ഓക്കെ, നമ്മൾ തന്നെയാണ് മെയിന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ തന്നെയാണ് MVP. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കണം. നമ്മൾ 3K കടന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വീക്കായിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടാണ്ട് എന്നുള്ള കാര്യം എനിക്ക് കുറച്ചും കൂടി നല്ല കുറേ മെച്ചപ്പെടാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്ത തെറ്റുകൾ എന്നുള്ളത്, അതായത് എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കത് വലിയൊരു ഉപകാരമാവും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ സ്പാനിയോ സൈനിങ് ഓഫ്.